പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നമ്മെ ജീവിപ്പിച്ച ദൈവകൃപയ്ക്കായി കർത്താവിനോട് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട്, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട്, ഇന്നത്തെ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവവചന ധ്യാന ചിന്തയ്ക്കായി നമുക്കൊരു വേദവചനം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 22. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വാ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ വാക്ക് എവിടെ ആര് പറഞ്ഞതാണെന്ന്. നമ്മൾ വായിച്ചത് ദാനിയേൽ പ്രവാചകൻ പുസ്തകമാണ്. ദാനിയേൽ പ്രവാചകൻ ദാര്യാവേശ് രാജാവിനോട് പറയുന്ന വചനമാണ്. ആ ഒരു സംഭാഷണത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വചനമാണ് വായിച്ചു കേട്ടത്. ഇത് പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് അറിയാം, സുപരിചിതമായിട്ട് അറിയാവുന്ന ഭാഗമാണ്. ദാര്യാവേശ് രാജാവ് രാജ്യം ഭരിക്കുന്ന, മേദ്യ പേർഷ്യ രാജാവായ ദാര്യാവേശ് രാജാവ് രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിട്ട് വിളങ്ങി. പ്രധാന ദേശാധിപതിമാരിൽ 3 പേരെ, ആ 3 പേരിൽ അവരിലും പ്രധാനിയായിട്ട് വിളങ്ങുവാൻ തക്കവണ്ണം ദൈവം കടാക്ഷിച്ചു. അതുകൊണ്ട് ദാനിയേലിനെ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കറിയാവുന്നതാണെങ്കിലും ചില സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് കേൾക്കുമ്പോൾ ഇടപെടും. ചില മേഖലകളിൽ നമ്മളെ കൊടുക്കണം എന്ന് വിചാരിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെ ഒന്ന് പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിച്ച് ഒരു ആരോപിതനായി മാറ്റണം എന്ന് വിചാരിച്ച് പുറകെ നടക്കുന്നയിടത്ത് ഏതു കാരണം കൊണ്ടും ഏതു കാര്യത്തിലും ഒരു കുറ്റം കാണാതിരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം കാണുക. ദാനിയേല് റൂമിലിരുന്ന് യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ തന്നെ പിടിച്ചു. കുഞ്ഞെ, ഒരു കാര്യം നിന്നോട് പറയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും അവരെല്ലാം ഏതെങ്കിലും കുറഞ്ഞോ കൂടിയോ ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുവനാണോ നിന്റെ പ്രതിസന്ധികളെ മുഴുവൻ ഓവർകം ചെയ്യാനുള്ള ദൈവശക്തി നിന്നിൽ പകർന്നിരിക്കും. ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്നെ തകർക്കുവാൻ ഉലകത്തിലെ ശക്തിക്ക് കഴിയത്തില്ല, ഒരു നിയമത്തിന് കഴിയത്തില്ല, ഒരു രാജ്യത്തിന് കഴിയത്തില്ല, രാജാവിന് കഴിയത്തില്ല. കാരണം ഉന്നതന്റെ മീതെ ഒരു അത്യുന്നതനായ രാജാവ് നിന്റെ മേലുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉന്നതന്റെ മീതെ ഉള്ള അത്യുന്നതനുണ്ട്, ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നതിനെ പരാജയപ്പെടുത്താൻ ലോകത്തിന് കഴിയത്തില്ല. ഇങ്ങനെ പറയാറുണ്ട്, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവനാണോ, ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുൻപിൽ നീ മുട്ടുമടക്കേണ്ടി വരികയില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനാണോ, ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുമ്പിൽ നീ കരയേണ്ടി വരികയില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ കൈമലർത്തുന്നവനാണോ, ലോകത്തിലൊരു മനുഷ്യന്റെ മുമ്പിൽ നീ കൈമലർത്തേണ്ടി വരികയില്ലവേ ഇല്ല. ഹല്ലേലൂയ. ദാനിയേലിന്റെ മേലൊരു കുറ്റം കണ്ടുപിടിച്ചു. അത് 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റമായിട്ട് എടുത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നതിനെതിരായിട്ടൊരു കുറ്റമായിട്ട് എടുത്തു. തിരിച്ചു ചെന്നോ തന്ത്രപരമായിട്ട് കുശാഗ്ര ബുദ്ധിയോടെ, ക്രൂക്കട്ട് മൈൻഡോടെ പ്രഭുക്കന്മാർ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു നിയമം ഉണ്ടാക്കിക്കുക. നിനക്കെതിരെ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ നിയമം ഉണ്ടാക്കുക. നിയമം ഇങ്ങനെയാണ്: 1 മാസത്തേക്ക് 30 ദിവസം രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. എവിടെ കുടുക്കണം, എവിടെ നിന്നെ പൂട്ടണമെന്ന് വിചാരിച്ച് നിനക്കെതിരെ കരുക്കൾ നീക്കുന്ന കരങ്ങൾ രാജാവിനോട് പറഞ്ഞു, 1 മാസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നിയമം എഴുതി ഉറപ്പിച്ചു, മുദ്ര വെച്ചു. നിയമം അത് പ്രാബല്യത്തിൽ വന്നു. അടുത്ത ദിവസങ്ങൾ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെ: രേഖ വിരോധമായിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ, അടുത്ത വാക്ക്, താൻ
പതിവ് ചെയ്യാറുള്ളത് പോലെ യെരൂശലേമിന് നേരെ ഉള്ള കിളിവാതിൽ തുറന്നിട്ട് ദിവസം 3 നേരം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു വചനം, പ്രത്യേക ഒരു വാക്ക്, ഒരു പദം എടുത്തു പറയട്ടെ. പതിവ് ചെയ്യാറുള്ളത് പോലെ. ഒരു മാറ്റവും വരുത്തിയില്ല. പതിവ് ചെയ്യാറുള്ളത് പോലെ. പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കാൻ നോക്കിയപ്പോ പതിവ് ചെയ്യാറുള്ളത് പോലെ. പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെന്ന് ദൈവത്തിന് മുമ്പിൽ നെടുമ്പാട് വീണ് കരയുന്ന ദാനിയേൽ അല്ലവേ അല്ല. മറിച്ച് പ്രതിസന്ധി ഇല്ലാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ദാനിയേൽ അതുപോലെ പ്രതിസന്ധി മുമ്പിലും പതിവ് ചെയ്യാറുള്ളത് പോലെ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. കുറ്റം കണ്ടുപിടിക്കാൻ പുറകെ നടന്നവർ, ഇന്നത്തെ കാലത്താണ് ക്യാമറയും മൊബൈലും ഒക്കെ ആയിട്ട് പുറകെ നടക്കുന്ന പോലെ പുറകെ നടന്നവർ കണ്ടു. കുറ്റം കണ്ടുപിടിച്ചു. രാജാവേ, നിയമം അങ്ങനെ തന്നെയാണ്. ഇത് ഒരുത്തൻ, അതാരായാലും, അത് ദാനിയേൽ എന്നൊരുവൻ. രാജാവിനും ദാനിയേലിനും മനസ്സിലായി, കുടുക്കി. നിയമപിത രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവനെ സിംഹക്കൂട്ടിൽ ഇട്ടുകളയും. രാജാവിന് വിഷമമായി, ദാനിയേലിനും വിഷമമായി. നിയമപ്രകാരം, നിയമത്തിന്റെ പ്രകാരം, ഇവിടെ ഒരു കാര്യം പറയട്ടെ, നിയമത്തിന്റെ പ്രകാരം രാജാവ് അത് ചെയ്യാൻ ബാധ്യസ്ഥനായി. അന്ന് തന്നെ ദാനിയേലിനെ എടുത്ത് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. ഇവിടെ ദാനിയേലിന്റെ ഒരു പ്രതീക്ഷ, പ്രാർത്ഥിക്കുന്നൊരു പ്രതീക്ഷ, എപ്പോഴാ ദൈവം വിടുവിക്കുന്നേ? ഒരുപക്ഷെ രാജാവിൻ്റെ മനസ്സ് മാറ്റുമോ, അല്ലെങ്കിൽ സിംഹക്കൂട്ടി ചെല്ലുന്നതിന് മുമ്പേ ഏതെങ്കിലും തരത്തിൽ ദൈവം ഒന്ന് വിടുവിക്കുമോ അറിയില്ല. പക്ഷെ ഇന്നുവരെ കാണാത്തൊരു ദൈവത്തിൻ്റെ കരം. കുഞ്ഞെ, ഇതൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വഴി എല്ലായ്പ്പോഴും വ്യത്യസ്തമാണ്. ചെങ്കടലിൻ്റെ തീരത്ത് വരുമ്പോൾ ചെങ്കടലിന് അടിയിലൊരു വഴിയുണ്ടെന്ന് ആരും കണ്ടിട്ടില്ല. പക്ഷേ തമ്പുരാൻ കണ്ടു ഒരു വഴി, അതേ ദൈവജനത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ഷാമത്തിലിരിക്കുന്ന കെരീത്ത് തോട്ടിന് അരികത്തിലിരിക്കുന്ന ഏലിയാവിന് വേണ്ടി അന്ന് വരെ കാണാത്തൊരു കരുതല്, കാക്കയെ കൊണ്ടൊരു കരുതല്. ദൈവത്തിന്റെ വഴി അഗോചരമാണ്, അപ്രമേയമാണ്. മെലീത്താദ്വീപിലെത്തിയ പൗലോസിന്റെ കയ്യിൽ ചാടിച്ചുറ്റി അണലി അന്ന് വരെ ആ ദ്വീപ് നിവാസികൾ കാണാത്തൊരു കരുതൽ. ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. വീർത്തു വീഴും, ചത്തുപോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഏറെ നേരം കാത്തിരുന്നിട്ട് ഒന്നും സംഭവിക്കാകിയാൽ ദേവൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കരുതൽ വ്യത്യസ്തമായ വഴിയില്ല. കാണാതിരുന്ന യോനയെ മത്സ്യത്തിന്റെ വയറ്റിലെത്തിച്ച്, നേരായ മാർഗത്തിൽ പോകാതിരുന്ന യോനയെ, അനുസരണക്കേട് കാണിച്ച യോനയെ മത്സ്യത്തിന്റെ വയറ്റിലൂടെ വാഹനമേറി മറ്റൊരു തരത്തിലുമല്ലാതെ, വേറെ ഒരു കാൽനടയായിട്ടോ വാഹനത്തിലും അല്ലാതെ നിനവേ തീരത്തെത്തിച്ച ദൈവം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയല്ല, അന്നുവരെ കാണാത്തൊരു വിടുതൽ. സിംഹത്തിന്റെ വായെ ദൂതൻ അടച്ചു കളഞ്ഞു. ഇനി ഏറ്റവും പ്രസക്തമായ കാര്യം പറയാം. ആ രാജാവിൻ്റെ ഒരു വിശ്വാസം. രാജാവ് പിറ്റേന്ന് കാലത്ത് അതിദുഃഖത്തോടെ വന്ന് ആ ഗുഹയുടെ വാതിക്കൽ വന്നിട്ട് ചോദിക്കുക, ദാനിയേലേ, നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിച്ചോ? ഇതാ സാക്ഷ്യം, ഇതാ കുഞ്ഞെ സാക്ഷ്യം. നീ സേവിക്കുന്ന നിന്റെ ദൈവം, ഇന്ന് ഉറച്ചു വിശ്വസിച്ച്, നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിക്കുമെന്നൊരു ഉറപ്പുണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം, ഇതാണ് സാക്ഷ്യം, ഇതാണ് ദൈവത്തോടുള്ള ബന്ധം, ഇതാണ് നിന്റെ അപ്പനോടുള്ള ബന്ധം, ഇതാ പിതാവിനുള്ള ബന്ധം, ഇതാ. ഹല്ലേലൂയ. ഇതാ ദൈവത്തോടുള്ള ബന്ധം. നീ സേവിക്കുന്ന നിന്റെ ദൈവം. ദാനിയേലിന് മാത്രമല്ല അറിയാവുന്ന, ദാനിയേലിനെ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാരാജാവിന് അറിയാം ദാനിയേൽ സേവിക്കുന്ന ദാനിയേലിന്റെ ദൈവം ദാനിയേലിന്റെ സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് വിടുവിക്കുമെന്ന്. വിടുവിച്ചോ എന്ന് ചോദിക്കുമ്പം അതിന്റെ മറുപടിയാ നമ്മൾ വായിച്ചു കേട്ടത്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഹല്ലേലൂയ. ഇതൊരു സാക്ഷ്യമാ. കണ്ടു നിൽക്കുന്ന രാജാവിൻ്റെ സാക്ഷ്യമാ, ദാനിയേലിന്റെ സാക്ഷ്യമാ. കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പം നിന്നെ ഒന്ന് ഉറപ്പിക്കട്ടെ. നീ സേവിക്കുന്ന നിന്റെ ദൈവം, നീ സേവിക്കുന്ന നിന്റെ ദൈവം, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. സിംഹത്തിന്റെ കൂട്ടിലായാലും കൂരിൽ താഴ്വരയായാലും അഗ്നിക്കകത്തായാലും തീയുടെ ശോധനയ്ക്കകത്തായാലും ചന്ദ്രക്ക് മേശ കവിതനുഗോമിനെ പോലെ വിടുവിക്കുന്ന ദൈവമുണ്ടെന്ന്. അണലി ചാടി കയ്യെ ചുറ്റുമ്പോഴും ആ വിടുവിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തുറച്ച് കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന്. ഓ ഗ്ലോറി ടു ഗോഡ്. ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൂടെ ദൈവമുണ്ടെന്ന്,
ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്ന്, ഞങ്ങളെ സേവിക്കുന്ന ഞങ്ങളുടെ അപ്പൻ, ഞങ്ങൾ ബന്ധപ്പെടുന്ന ഞങ്ങളുടെ കർത്താവ് റിലേഷനുള്ള, ഞങ്ങളുമായിട്ട് വൈകാരികമായി റിലേഷനുള്ള എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ദാനിയേലിനെ പോലെ, ദാവീദിനെ പോലെ, ശദ്രക്കിനെ പോലെ, പൗലോസ് അപ്പോസ്തലനെ പോലെ ഒന്ന് ഉറയ്ക്കട്ടെ. രാജാവ് വന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ നീ സേവിക്കുന്ന നിന്റെ ദൈവം, അതുപോലെ ഒരു ബന്ധം ഞങ്ങളുടെ പിതാവുമായിട്ട് കർത്താവെ ജനത്തിനുണ്ടാകട്ടെ. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനുമഹത്തോട് നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.